ഗോൾഡൻ മൊമെന്റ്സ് എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 1894 ജനിച്ച് 1944 ഇഹലോകവാസം വെടിഞ്ഞ വടക്കൻ പരവൂരിലെ പരേതനായ ശ്രീമാൻ E.I. ജേക്കബ് ധീരശങ്കരാഭരണത്തിലെ പ്രസിദ്ധമായ കുറിഞ്ചി രാഗത്തിൽ മിശ്ര ചാപ്പത്താളം നൽകി ക്രൈസ്തവ കൈരളിക്ക് സമ്മാനിച്ച മൽപ്രാണ നായകനെ എന്നാരംഭിക്കുന്ന ഒരു ഗാനത്തോടുകൂടി ഈ പരിപാടി ആരംഭിക്കുന്നു. ബഹുമാന്യ ശ്രോതാക്കൾക്ക് ദൈവനാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ. നാം അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ 3 വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 3 ചോദ്യങ്ങൾ ഞാൻ ഉന്നയിക്കുന്നു. 1, ഞാൻ ആരാണ്? 2, എന്തിനു ജീവിക്കുന്നു? 3, എങ്ങോട്ട് പോകുന്നു? ഞാൻ ആരാണ്, മനുഷ്യൻ ആരാണ് എന്ന് ശാസ്ത്രത്തോട് ചോദിച്ചാൽ ഒരു ജൈവരാസപിണ്ഡമാണ്, മരണത്തോടെ അവൻ അവസാനിക്കുന്നു എന്ന് പറഞ്ഞേക്കാം. മതത്തോട് ചോദിച്ചാൽ അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസം എന്നവർ പറഞ്ഞേക്കാം. എന്നാൽ പ്രിയ സ്നേഹിതരെ, മനുഷ്യൻ ആരാണ് എന്ന്
അവൻ്റെ സൃഷ്ടാവാണ് അവനോട് പറയേണ്ടത്. ചില വർഷങ്ങൾക്ക് മുൻപ് കോട്ടയം ജില്ലയിൽ പാമ്പാടിയിൽ നടന്ന ഒരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. പഴയ സാധനങ്ങൾ വാങ്ങൽ വെക്കുന്ന ഒരു മനുഷ്യൻ ഏതോ വീട്ടിൽ നിന്ന് ആരോ കൊണ്ടുവന്ന ചില പ്രത്യേക സാധനങ്ങൾ വാങ്ങി. നല്ല ഖനമുണ്ട്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതിനകത്ത് ചെമ്പ് കോയിൽ കാണും എന്ന് വിചാരിച്ച ഒരു ദിവസം തൻ്റെ സുഹൃത്തിനെ കൂട്ടി അത് തല്ലിപ്പൊട്ടിക്കുവാൻ അദ്ദേഹം തയ്യാറായി. വലിയ കൂടം കൊണ്ടുവന്ന് അദ്ദേഹം അടിച്ചു. ഒന്നേ അടിക്കേണ്ടി വന്നുള്ളൂ. അത് പൊട്ടിത്തെറിച്ചു. 2-3 ആളുകൾ മരിക്കുവാനിടയായി. അത് മറ്റൊന്നുമായിരുന്നില്ല, പീരങ്കിയുടെ ഷെല്ലായിരുന്നു. 2-3 ജീവിതങ്ങൾ പൊലിഞ്ഞു പോകാനിടയായി. അതെന്താണെന്ന് കൃത്യമായിട്ടറിയാതെ അത് പൊട്ടിച്ചതിനാൽ ഉണ്ടായ ദുരന്തമാണത്. പ്രിയ സ്നേഹിതരെ, മനുഷ്യൻ ആരാണ്? അവൻ്റെ ജീവിത ലക്ഷ്യമെന്താണ്? മരണശേഷം അവൻ എങ്ങോട്ട് പോകുന്നു? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അവൻ്റെ സൃഷ്ടാവാണ് നൽകേണ്ടത്. ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം നാം വാങ്ങുന്നു എന്നിരിക്കട്ടെ. അത് എത്ര വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ എത്ര വാട്ട്സാണ്, എത്ര ആംബിയറാണ്, എത്ര ചൂടാണ്, എത്ര തണുപ്പാണ്, അതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് നമ്മെ അറിയിക്കുന്ന ഒരു ഡയറക്ഷൻ ബുക്ക് ആ കമ്പനി നമുക്ക് തരാറുണ്ട്. അതുപോലെ മനുഷ്യൻ എങ്ങനെ പ്രയോജനപ്പെടണം, അവൻ്റെ ജീവിതം എങ്ങനെ സഫലമായി തീരണം, അതിനെ സംബന്ധിച്ച് നമുക്ക് വിശുദ്ധ ബൈബിളിലൂടെ ദൈവം അറിയിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, തൻ്റെ ജീവനെ അല്ലെങ്കിൽ ആത്മാവിനെ അവന് നൽകി. അങ്ങനെയാണ് മനുഷ്യൻ ചിന്താശക്തിയുള്ള, ബുദ്ധിശക്തിയുള്ള, നഗ്നതാബോധമുള്ള, ദൈവബോധമുള്ള, സ്നേഹമുള്ള ജീവിയായി മാറുവാൻ ഇടയായത്. എന്നാൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ മൃഗത്തേക്കാൾ അധപ്പതിച്ചിരിക്കുന്നത്? മൃഗം കൂട്ടക്കൊല ചെയ്യാറില്ല, ഇണയെ കൊല്ലാറില്ല. എന്നാൽ മനുഷ്യൻ ഇണയെ കൊല്ലുന്നു, ഭാര്യയെ കൊല്ലുന്നു, ഭർത്താവിനെ കൊല്ലുന്നു, കൂട്ടക്കൊല ചെയ്യുന്നു. മനുഷ്യൻ തൻ്റെ വരുമാനത്തിൽ നല്ല പങ്ക് മാരക ആയുധങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. മൃഗത്തേക്കാൾ അധപ്പതിച്ച സ്വഭാവം. എന്താണിങ്ങനെ? അതാണ് പാപം. ആദ്യ മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ചു, പാപിയായി. അവൻ്റെ സന്തതി പരമ്പരകളായ നമ്മിലെല്ലാം ആ പാപം കുടികൊള്ളുകയാണ്. അതുകൊണ്ടാണ് മൃഗത്തേക്കാൾ അധപ്പതിച്ച ഒരു ഭാവം നമ്മിൽ ദൃശ്യമായിരിക്കുന്നത്. എന്തിനാണ് മനുഷ്യൻ ജീവിക്കുന്നത്? ദൈവത്തെ കണ്ടെത്തുവാൻ. കുറേ ഭക്ഷണം കഴിക്കാനോ, കുറേ വിദ്യാഭ്യാസം നേടാനോ, കുറേ സ്വത്ത് സമ്പാദിക്കാനോ, കുറേ പാപം ചെയ്യാനോ അല്ല. എൻ്റെ സൃഷ്ടാവ് ആരാണ്? എൻ്റെ രക്ഷിതാവ് ആരാണ്? എൻ്റെ പരിപാലകൻ ആരാണ്? ഞാൻ കണക്ക് പറയേണ്ടത് ആരോടാണ്? എൻ്റെ ന്യായാധിപൻ ആരാണ്? ഈ ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം കണ്ടെത്തണം, അഥവാ ദൈവത്തെ കണ്ടെത്തണം. ലോകത്തിലെ മനുഷ്യർ ദൈവത്തെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. അവർ പല സ്ഥലങ്ങളിൽ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തെ എങ്ങനെ കണ്ടെത്താൻ കഴിയും? എവിടെയാണ് കണ്ടെത്താൻ കഴിയുക? അതിലാണ് അവർക്ക് അബദ്ധം സംഭവിക്കുന്നത്. പണ്ടൊരാൾ, ഒരു മദ്യപാനി, ഒരു രാത്രിയിൽ ഒരു തെരുവിളക്കിൻ്റെ ചുവട്ടിൽ എന്തോ തപ്പുന്നു. എതിരെ വന്ന സുഹൃത്ത് ചോദിച്ചു, എന്താണ് തപ്പുന്നത്? എന്താ വല്ലതും കൈമോശം വന്നോ? അയാൾ പറഞ്ഞു, എൻ്റെ പേഴ്സ് കാണാതെ പോയി, ഞാനൊന്ന് വീണു, അത് ഞാൻ തപ്പുകയാണ്. എവിടെയാണ് വീണത്? വീണത് കുറേ ദൂരെ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. പിന്നെന്താ അവിടെ തപ്പാത്തത്? അവിടെ വെളിച്ചമില്ല, അതുകൊണ്ട് വെട്ടമുള്ള സ്ഥലത്തേക്ക് ഞാൻ വന്നു എന്ന് പറഞ്ഞാണ് അയാൾ ഈ വെളിച്ചമുള്ള സ്ഥലത്ത് തൻ്റെ പേഴ്സ് തപ്പുന്നത്. പേഴ്സ് പോയത് വളരെ ദൂരം മറ്റൊരു സ്ഥലത്ത്, അവിടെ വെളിച്ചമില്ല, അതുകൊണ്ട് അയാൾ വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് തപ്പുകയാണ്. ഇതല്ലേ മനുഷ്യൻ്റെ ദൈവാന്വേഷണം? മനുഷ്യന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുകയില്ല. കാരണം ദൈവം അപ്രമേയനാണ്, അപരിമേയനാണ്. ആ ദൈവത്തെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യന് ദർശനം അരുളുവാൻ, മനുഷ്യന് തന്നെ വെളിപ്പെടുത്തി വിശുദ്ധ ബൈബിളിൻ്റെ പേജുകളിൽ പഴയ നിയമത്തിൽ എഴുതിയിരുന്ന പ്രവചനങ്ങളെല്ലാം നിവർത്തിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. ആ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് ഹൃദയത്തിൽ യേശുവിനെ വിശ്വസിച്ചാൽ അവർക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയും. അതാണ് ബൈബിൾ നൽകുന്ന സന്ദേശം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരട്ടെ. മനുഷ്യൻ മരിച്ചാൽ എങ്ങോട്ട് പോകുന്നു? കർത്താവായ യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാകയാൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച